മികച്ച സുരക്ഷാ റെക്കോർഡുള്ള ഒരു വിമാനം 239 യാത്രികരുമായി ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് ഇന്നേക്ക് 10 വർഷം തികഞ്ഞിരിക്കുന്നു. ഒരു സൂചന പോലും അവശേഷിപ്പിക്കാതെ കോലലംപൂർ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് കേവലം 40 മിനിറ്റിനുള്ളിൽ കാണാതായ MH370 എന്ന മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൻ്റെ തിരോധാനം സംബന്ധിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ പല തിയറികളും പുസ്തകങ്ങളും ഡോക്യുമെൻ്ററികളും പുറത്തിറങ്ങി. അപ്പോഴും എല്ലാ വർഷവും മാർച്ച് 8 എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ അവരെവിടെയെന്ന ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് മുങ്ങിപ്പോയ വിമാനത്തിൻ്റെ ഓരോ അവശിഷ്ടങ്ങളും ബ്ലാക്ക് ബോക്സും വീണ്ടെടുത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തകരുന്നതിന് തൊട്ടു മുമ്പ് വരെ ആ വിമാനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് കണ്ടെത്താനാകുന്ന കാലമാണിത്. എന്നിട്ടും ഒരു ആധുനിക സംവിധാനത്തിനും പിടികൊടുക്കാതെ MH370 ഇന്നും ഒരു നിഗൂഢതയായി അവശേഷിക്കുകയാണ്. യാത്രയ്ക്കിടെ വിമാനം തകരുന്നതും അപകടം സംഭവിക്കുന്നതുമെല്ലാം പുതിയ സംഭവമല്ല. പക്ഷേ ഇവിടെ വിമാനം എവിടെ? അതിലെ യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നതിന് ഒരു ഉത്തരവുമില്ല. ക്വാലലംപൂരിൽ നിന്നും പറന്നുയർന്ന് 40-ാം മിനിറ്റിലാണ് വിമാനത്തിൽ നിന്നുള്ള അവസാന സന്ദേശം ലഭിക്കുന്നത്. അത് ക്യാപ്റ്റൻ സഹരി അഹമ്മദ് ഷായുടേതായിരുന്നു. വിയറ്റ്നാമിൻ്റെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കവേ ഗുഡ് നൈറ്റ് മലേഷ്യൻ 370 എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സൈൻ ഓഫ് ചെയ്തത്. ഇത് പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ ട്രാൻസ്പോണ്ടർ ഓഫായി. അതായത് പിന്നീട് വിമാനത്തിന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ ഒരു വഴിയുമില്ലാതെയായി. വിമാനം അതിൻ്റെ വ്യോമപാത വിട്ട് വടക്കൻ മലേഷ്യയ്ക്കും പെനാങ് ദ്വീപിന് മുകളിലൂടെ സഞ്ചരിച്ച് ഇന്തോനേഷ്യൻ ദ്വീപിനെ ലക്ഷ്യമാക്കി ആൻഡമാൻ കടലിന് മുകളിലൂടെ പറന്നതായി മിലിറ്ററി റഡാർ സൂചിപ്പിക്കുന്നു. എന്നാൽ അതിനുശേഷം വിമാനവുമായുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടു. വിമാനവുമായി ബന്ധപ്പെട്ട് ഇൻമാർസാറ്റ് സാറ്റലൈറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മലേഷ്യ, ഓസ്ട്രേലിയ, ചൈന എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 1,20,000 ചതുരശ്ര കിലോമീറ്റർ മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ 2 വർഷങ്ങൾക്കിപ്പുറം 2017 ജനുവരിയിൽ വിമാനത്തെക്കുറിച്ച് ഒരു സൂചനയും കണ്ടെത്താനാകാതെ ആ തിരച്ചിൽ അവർ അവസാനിപ്പിച്ചു. ഏതാണ്ട് $143 മില്യൺ ആ തെരച്ചിലിന് ചിലവായത്. അതിനുശേഷം അമേരിക്കൻ സമുദ്ര പര്യവേഷണ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയും മലേഷ്യയെ സഹായിക്കാൻ എത്തി. എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രം പ്രതിഫലമെന്ന കരാറിലായിരുന്നു ഈ തെരച്ചിൽ. ലക്ഷ്യസ്ഥാനത്ത് നിന്നും വടക്കു മാറി 1,12,000 ചതുരശ്ര കിലോമീറ്റർ മേഖലയിൽ തിരച്ചിൽ നടത്തി. ഇതും ഫലം കണ്ടില്ല. 2018 മേയിൽ അവരും തിരച്ചിൽ അവസാനിപ്പിച്ചു. വിമാനത്തിൻ്റെ തിരോധാനം സംബന്ധിച്ച് സമർപ്പിക്കപ്പെട്ട 495 പേജുകളുള്ള റിപ്പോർട്ട് 2017 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. വിമാനത്തിൻ്റെ ദിശ മാറ്റുന്നതിനായി നിയന്ത്രണം മനഃപൂർവ്വം മാറ്റുകയായിരുന്നുവെന്ന് അതിൽ പറയുന്നു. എന്നാൽ ആരാണ് അതിന് ഉത്തരവാദിയെന്ന് കണ്ടെത്താൻ റിപ്പോർട്ടിനായിട്ടില്ല. സംഭവത്തിൽ കോലലംപൂർ, ഹോച്ചിമിൻ സിറ്റി എയർ ട്രാഫിക് കൺട്രോൾ സെൻ്ററുകൾക്ക് സംഭവിച്ച പിഴവിനെപ്പറ്റിയും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. വിമാനത്തിൻ്റെ ഒരവശിഷ്ടവും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് അതിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നു. യന്ത്രത്തകരാർ, റിമോട്ട് ഉപയോഗിച്ച് നടത്തിയ വിമാന അപകടം എന്നിവ തുടങ്ങി അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയതാണെന്നും സംഭവത്തിന് പിന്നിൽ റഷ്യയാണെന്നും അടക്കമുള്ള കഥകൾ ഉയർന്നു. അനുഭവസമ്പന്നരായ പൈലറ്റുമാർ മനഃപൂർവ്വം വിമാനത്തിൻ്റെ ഗതി മാറ്റിയതായിരിക്കുമെന്ന് അടുത്ത കാലത്തായി വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ പൈലറ്റുമാരുടെ പശ്ചാത്തലവും സാമ്പത്തിക ഇടപാടുകളും പരിശീലന ചരിത്രവും മാനസിക നിലയുമടക്കം പഠനവിധേയമാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് തള്ളിക്കളയുകയാണുണ്ടായത്. സംഭവം പുനരന്വേഷിക്കാൻ തക്കതായ സാഹചര്യമുണ്ടെങ്കിൽ അന്വേഷിക്കാൻ തയ്യാറാണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കഴിഞ്ഞയിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇന്നും നിഗൂഢമായി തുടരുകയാണ് മലേഷ്യൻ വിമാനത്തിൻ്റെ തിരോധാനം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.